ഇതിനെപ്പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? ഇനിയും വേണോ അത് ലീഗലൈസ് ചെയ്ത് ഇവിടെ ഇത് ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കണോ വേണ്ടയോ? അതിനെപ്പറ്റിയൊക്കെ എന്താ അഭിപ്രായം? ആക്ച്വലി കുറേ പേഷ്യൻസ് ഒക്കെ ഞാനിപ്പോൾ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേഷ്യൻസ് ഒക്കെ ഇപ്പം നമ്മൾ രക്ഷപ്പെടില്ല എന്ന് തോന്നിയാലും ലൈക്ക് കുറേ ഇങ്ങനെ നരകിച്ച് ജീവിക്കണ്ടേ, ലൈക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ മാത്രം ജീവിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ഹോപ്പും ഇല്ലാത്ത കേസാണെങ്കിൽ ഇതൊക്കെ ലൈക്ക് ലീഗലി അല്ലെങ്കിൽ ലൈക്ക് പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലീൻ്റെ അഭിപ്രായത്തോടെ ഓക്കെയാണ്. ബട്ട് ലൈക്ക് ഒരു ജീവൻ എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് അങ്ങനെ ലൈക്ക് കംപ്ലീറ്റ്ലി അത് അതിന് എല്ലാ വിഷയത്തെ കുറിച്ചുള്ള പോലെ അതിന് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. സോ ചീത്ത വശം എന്താണ് താങ്കൾ വെച്ചാൽ ലൈക്ക് മേ ബി എല്ലാ കേസിനും നമുക്കൊരു 1% ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗോഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് രക്ഷപ്പെടാൻ. എല്ലാ കേസിലും ഉണ്ടാകത്തില്ലല്ലോ. എല്ലാ കേസിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. റേറസ്റ്റ് ആണ്, പക്ഷെ ചിലപ്പോൾ ഡോക്ടർ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച കേസിലും രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈവൻ എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റ്, ഈ പേഷ്യന്റ് ജീവിക്കില്ല എന്ന് വിചാരിച്ച ഒരു കാർഡിയാക് കേസ് ആണെങ്കിലും അത് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ്. ഓക്കെ, ടെർമിനൽ ഇൽനെസ് ആണ്, അപ്പോൾ അതൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, അയാൾക്ക് ഇനി മുന്നോട്ട് ഈ വേദന സഹിച്ച് മുന്നോട്ട് പോകണ്ട എന്ന് അയാൾ തീരുമാനിച്ചാൽ അത് നല്ലതല്ലേ? ഇപ്പോൾ ഒരു പേഷ്യന്റ് അയാളുടെ ഒരു കോൺഷ്യസ്നെസ് പോണതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് വരാൻ ചാൻസ് ഉണ്ട്. പ്രെഡിക്റ്റ് ചെയ്യാൻ ഡോക്ടറിന് പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു സർജറിക്ക് മുമ്പ് ഇങ്ങനെ വരാം, ചിലപ്പോൾ നിങ്ങളുടെ പാരലൈസ് ആയി പോകാം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ പേഷ്യന്റിനോട് ഒരു ഒപ്പീനിയൻ ചോദിക്കാം, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ഇത് വന്നാൽ നിങ്ങൾക്ക്. അത് മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിച്ചാൽ അവിടെ അല്ലല്ലോ ഇത് നമ്മൾ ചെയ്യുന്നത്. പാരലൈസ്ഡ് ആയി, അയാളെ മെഡിക്കൽ സയൻസ് കൈയൊഴിഞ്ഞു, ഇനി അങ്ങോട്ട് ചികിത്സിച്ചാലൊന്നും ആകത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ മനുഷ്യന് തന്നെ തോന്നുവാണ് ഇനി എന്താ വേണ്ട, മുന്നോട്ട് വേണ്ട, ഈ വേദന അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ കിടപ്പ് കിടക്കണ്ട എന്ന് പറയുന്നത് ഇത് വളരെ നല്ലതല്ലേ? അങ്ങനത്തെ ഒരു കേസിലൊക്കെ അത് പേഷ്യന്റിന് ലൈക്ക് ഇതായിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഓക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ ഇതിപ്പോൾ ഒരു ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആണ് ഈ നമ്മൾ ഈ പറയുന്ന എത്തനേഷ്യ പറയുന്നത്. പക്ഷേ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ആണെന്ന് തോന്നുന്നു ഒരു യൂത്തനേഷ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ മെൻ്റലി പ്രശ്നമുള്ള ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള, സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ സൂയിസൈഡ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത ഉള്ളവർക്ക് ഇത് കിട്ടുന്നുണ്ട്. മനസ്സിലായി? അങ്ങനത്തെ സംഭവം നടത്തിയവർ അവിടേക്ക് ഇത് വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പല രോഗികളും അല്ലെ വയ്യാത്തവരും അവരവർ തന്നെ ഓപ്റ്റ് ചെയ്യുക. ലൈക്ക് നമുക്ക് ഇവിടെ ലീഗലി ഒരു 18 years ഓൾഡിന് ശേഷം ഇപ്പോൾ ലൈക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇത് അതുവരെ നമ്മൾ പാരൻസ് ആണ് നമ്മുടെ കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ലോയിൻ്റെ അണ്ടറിലാണല്ലോ നമ്മൾ. അതേപോലെ അണ്ടർ സർട്ടൻ ലിമിറ്റേഷൻസ് ഓർ സർട്ടൻ റൂൾസ് ഇത് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. വളരെ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? ഹോസ്പിറ്റലൈസ്ഡ് ആയത് നിങ്ങൾ ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു രോഗിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാത്തൊരു സ്ഥലത്ത് ചെയ്യാവുന്നേ നമ്മളും പറയുന്നത്. ഒരു ചാൻസ് ഇല്ല. ബട്ട് നമ്മൾ ഒറ്റ കേസ് അങ്ങനെ അത്രയും ഒരു ചാൻസ് ഇല്ലാതില്ല. നമ്മളിപ്പോ ഏത് കേസാണെങ്കിലും ഒരു ലൂപ്പ് ഹോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നുണ്ടല്ലോ, വെന്റിലേറ്ററിൽ നിന്നൊക്കെ പേഷ്യൻസിനെ ഊരാറുണ്ടല്ലോ, അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഉണ്ട്. അതിനെന്താ പറയാ, പാസീവ് യൂത്തനേഷ്യ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ അവർ ഒരു മെഷീൻ്റെ സപ്പോർട്ടിലാണെങ്കിൽ ആ സപ്പോർട്ട് ഊരുമ്പോൾ അവർ മരിക്കുന്നതാണെങ്കിൽ അവർ ഊരിക്കോളാൻ പറയുമ്പോൾ നമ്മൾ ഊരാറുണ്ട്. നിങ്ങൾ നേഴ്സാണോ ഡോക്ടറാണോ എന്താണ്? ഞാൻ റേഡിയോളജിസ്റ്റ് അല്ലേ? ടെക്നോളജിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെന്റിലേറ്ററിൽ നൂരാനൊക്കെ പറയും. നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, പൈസ പോകുമല്ലേ ആൾക്കാരുടെ. അപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലും അവർക്ക് നല്ലതാണ്. പിന്നെ എൻ്റെ ഒരു നെയ്ബർ ഒരാൾ ക്യാൻസർ ആയിട്ട് അയാൾ ചെയ്തതെന്നു വെച്ചാൽ അയാൾ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. അയാൾക്ക് മതിയായി. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴും അയാൾക്കൊരു ഡീസൻറ്റ് ഡെത്ത് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്, ഇല്ലേ? ലൈക്ക് ഇത് ഭയങ്കര നോർമലൈസ് ആകുമ്പോഴാണ് പ്രോബ്ലം വരിക. നോർമലൈസ് ആയുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ എടുത്തു വെക്കും, ബില്ല് എഴുതി വെക്കും, എന്തെങ്കിലും പറ്റിയാൽ ഇത് പെട്ടെന്ന് ചെയ്തേക്കണമെന്ന്. അപ്പോൾ ശരി, എല്ലാം അണ്ടർ സർട്ടൻ ലിമിറ്റേഷൻസ് ഓക്കെയാണ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ.